മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ക്രിസ്തുയേശുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ഒരവസരം കൂടെ തമ്പുരാന്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തൻ തന്ന ദൈവകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹപ്രദമായ ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ ഒരു ദിവസമാണ് എനിക്കിന്ന് കിട്ടിയത്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ നിൽക്കുന്നത്. അനേകരോട് ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തന്ന ഈ അവസരം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും തിരുമേനിമാരുടെ സാന്നിധ്യത്തിൽ വചനം പറയാൻ കിട്ടുന്ന അപൂർവ അവസരങ്ങളിൽ ഒന്നാണ് എനിക്ക് ഈ ഒരു കൺവെൻഷൻ. ഞാനൊരു പഠിക്കുന്ന വൈദിക പഠനത്തിലായിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അതിലുപരി എന്നെ അതൊന്നും പരിഗണിക്കാതെ, അല്ലെങ്കിൽ അതൊന്നും മുഖവരയ്ക്കെടുക്കാതെ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഈ ദിവസങ്ങളിൽ എന്നെ സ്നേഹിച്ച, ശുശ്രൂഷയ്ക്ക് പ്രോത്സാഹിപ്പിച്ച രണ്ട് തിരുമേനിമാരോടും എൻ്റെ ഹൃദ്യമായ നന്ദി ഞാൻ പ്രാർത്ഥനയോടെ പറയട്ടെ. ആശങ്കകൾക്ക് നടുവിലാണെങ്കിലും എന്നെ വിളിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം, വെല്ലുവിളി, ബിജോ അച്ഛന് പ്രത്യേകിച്ചും ഹൃദ്യമായ നന്ദി. ശ്രുതി മധുരമായി വേണ്ട, ട്രാപ്പാണത്. അതെ, സത്യം പറയാൻ പറ്റത്തില്ല ഇവിടെ നിന്ന്. വളരെ മനോഹരമായിട്ട് ആരാധനയെ ഭംഗിപ്പെടുത്തുന്ന ഗായക സംഘങ്ങൾ അച്ഛനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. വീണ്ടും ഒന്നുകൂടെ കാണാനും ആ ഒരു സന്തോഷം പങ്കിടാനൊക്കെ കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയട്ടെ. പ്രത്യേകിച്ചും ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സ്നേഹമുള്ള ഒത്തിരി അച്ഛന്മാരും ശുശ്രൂഷകരൊക്കെ എൻ്റെ മുൻപിലുണ്ട്. അവർ തരുന്ന പ്രാർത്ഥന, പ്രചോദനം, എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് തരുന്ന പ്രോത്സാഹനം, ഇതൊക്കെ ഓർത്ത് ഞാൻ അവർക്ക് നന്ദി പറയുകയാണ്. ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ദൈവം ഏവരെയും ഒരുപോലെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ബിജോയ് അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം പറയണം എന്നെൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി. ഞാൻ പറയട്ടെ. എൻ്റെ കുഞ്ഞുനാളിൽ ബൈബിൾ വായിക്കാനും അല്ലെങ്കിൽ ഒരു ചെറിയ പ്രസംഗം പ്രസംഗിക്കാനൊക്കെ ഒത്തിരി ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും ഞങ്ങളുടെ സഭയിലൊക്കെ ബൈബിൾ വായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനത് കളയത്തില്ല. പറയത്തക്ക ഒരു ക്രൈസ്തവ പാരമ്പര്യം എനിക്കില്ലാഞ്ഞിട്ടാകാം പലപ്പോഴും ഞങ്ങൾക്കത് കിട്ടാറില്ല. 8 മണിക്കാണ് എൻ്റെ സഭയിൽ ആരാധന. ഞാനൊരു ബൈബിൾ പോർഷൻ വായിക്കാൻ കിട്ടാൻ വേണ്ടി 7 മണിക്കേ പോയി നിന്ന അനുഭവങ്ങളുണ്ട്. ആ ബൈബിൾ പോർഷൻ അച്ഛൻ ഒരാളുടെ കയ്യിൽ കൊടുക്കും. ഞാനിത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ കറങ്ങും. അദ്ദേഹം എന്നെ കണ്ടാലും കാണാത്തതുപോലെ വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കും. എനിക്കത് ഭയങ്കര നിരാശയാണ്. ഞാൻ ചോദിക്കത്തില്ല, പക്ഷെ ഇങ്ങനെ കറങ്ങിക്കൂടെ നടക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥനയോടെ പറയട്ടെ, എൻ്റെ ആ കറക്കം തമ്പുരാൻ കണ്ടു എന്ന് മാത്രമല്ല, ഈ ഒരു സ്ഥലത്ത് വരെ അപ്പൻ്റെ വചനം പറയാൻ ദൈവം എന്നെ നടത്തിയെങ്കിൽ എനിക്ക് പറയാനൊരു സാക്ഷിയുണ്ട്. ആ സാക്ഷി ഇതാണ്: മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒരുപക്ഷെ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകും, മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നടത്താൻ, കരുതാൻ തമ്പുരാനുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ പറയട്ടെ, ദൈവം ഇത്രത്തോളം നടത്തിയ വിധങ്ങൾക്ക് അത്രത്തോളം വിനയപ്പെട്ട് അപ്പൻ്റെ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ വീണ്ടും ഞാനും ഭാര്യയും 3 മക്കളുമാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ചില ബലഹീനതകളുണ്ട്, അതൊരു ഭയങ്കര സംഭവമൊന്നുമല്ല. എന്നാലും അതിൻ്റെ നടുവിൽ വളരെ ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടട്ടെ. ഇന്ന് രാവിലത്തെ
പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഒത്തിരി കരഞ്ഞു സാറേ എന്ന് പറഞ്ഞു. ഒത്തിരി കരഞ്ഞു. നല്ലതാണ്. എൻ്റെ അമ്മ ഒത്തിരി കരഞ്ഞു. ദൈവവചനം പറയുന്ന ഒരു മകനെ നൽകി. ഇന്ന് അമ്മയ്ക്ക് വളരെ ആശ്വാസമാണ്. അങ്ങനെ ആരെങ്കിലും കരഞ്ഞു എന്ന്, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ഒരു വാക്യം ഹൃദയത്തിൽ കുറിച്ചോളണം. സങ്കീർത്തനം 56:8. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ഒരു മനുഷ്യൻ കരയുമ്പോൾ ആ കണ്ണുനീർ പോയി വീഴുന്ന ഇടം തുരുത്തിയാണ്. തുരുത്തിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നഷ്ടമാകത്തില്ല. കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ പ്രതിഫലം ഉറപ്പാണ്. ആശങ്ക വേണ്ട, കർത്താവ് കൂടെയുണ്ട്. മറ്റ് ആമുഖങ്ങളൊന്നും കൂടാതെ ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ലഭ്യമായിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്ന് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഒരുങ്ങാം. ഈ മഹായിടവക ഈ ഒരു കൺവെൻഷൻ ക്രമീകരിക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ക്രമീകരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. 8 മണി മുതൽ ആരംഭിക്കുന്ന ആരാധനകൾ രാവിലെ തുടങ്ങി വൈകുന്നേരം 9 മണി വരെയും സിസ്റ്റമാറ്റിക്കായിട്ട്. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർ ധാരാളം പേരാണ്. ഭക്ഷണം ഒരുക്കുന്നവർ, ഗസ്റ്റിനെ ക്രമീകരിക്കുന്നവർ. ഒരുപക്ഷെ പുറത്ത് ആരും അറിയുന്നില്ലെങ്കിലും ചെറുതും വലുതുമായി ഈ കൺവെൻഷൻ യോഗത്തിന്റെ പിന്നിൽ ഈ കാണുന്നതല്ല, ഇതിന്റെ പിന്നിൽ ഓടുന്ന കരങ്ങൾ വളരെ ശക്തിയാണ്. ദൈവം അതിൻ്റെതായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിലുപരി എന്നെ ഏറെ സന്തോഷിപ്പിച്ചത് തീമാണ്, വിഷയം. ആർക്കെങ്കിലും അറിയോ നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ ഈ കൺവെൻഷന്റെ വിഷയം? ദൈവരാജ്യം, ആത്മാവിലുള്ള ആരാധന, ദൈവപ്രസാദം. വർഷിപ്പ് ഇൻ ഗോഡ്, ഫേവർ ഓഫ് ഗോഡ്. വർഷിപ്പ് ഇൻ ഗോഡ്, ഫേവർ ഓഫ് ഗോഡ്. ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയമായി ഈ വിഷയത്തെ ഞാൻ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. ആത്മാവിലുള്ള ആരാധന. ഈ വിഷയത്തിൽ നിന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവാശ്രയത്തിൽ ചേർന്ന് അല്പസമയം ധ്യാനിക്കാം, ചിന്തിക്കാം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമുക്കൊന്ന് പരസ്പരം സംസാരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കാം. ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയത്തില്ലെന്ന് അറിയാം, എന്നാലും ഞാൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് വർഷിപ്പ്? എന്താണ് ആരാധന? ഒത്തിരി ആരാധനകളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ചില ആരാധനകളെ നോക്കി ചിലർ പറയും ഇത് ജീവനുള്ള ആരാധനയൊന്നും അല്ല, ഒരു ഓളം വേണം. ആ പദം ഒരു ന്യൂ ജനറേഷൻ വാക്കാണ്, ഒരു ട്രെൻഡാണ്. ഞാൻ പ്രാർത്ഥനയോടെ പറയട്ടെ, ഇന്ന് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആരാധനയുടെ മേൽ വരുത്തുവാനുള്ള ശ്രമം ശക്തമാണ്. ഹല്ലേലൂയ വെറുതെ പറഞ്ഞാൽ പോരാ, അതിനൊരു താളം വേണം, ഒരു റിതം വേണം. ഹല്ലേലൂയ ഒന്ന് വിറപ്പിച്ചൊക്കെ പറയണം. അതിലുപരി ഞാൻ ഇങ്ങനെ പറയും, അന്യഭാഷ പഠിപ്പിച്ച് അത് പ്രകടമാക്കുന്ന ചില സെന്റേഴ്സ് ഉണ്ട്, കോച്ചിങ് സെന്ററുകൾ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ ഒരു നല്ല ഒരു ട്രെൻഡാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഈ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, അതുപോലും ചില വൈദിക സെമിനാരിയിൽ ഒരു പേപ്പറാണ് എങ്ങനെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാം. മോഡുലേഷൻ, സൗണ്ട് മോഡുലേഷൻ നല്ലതാണ് കേട്ടോ. വാട്ട് ഈസ് വർഷിപ്പ്? എന്താണ് ആരാധന? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പക്ഷെ ഇതിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടതല്ല ആരാധന. എൻ്റെ ഈ പഠനകാലത്ത് വർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഞാൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു നിർവചനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയനായ പി.ഡി. ദേവാനന്ദൻ
പോൾ ഡേവിഡ് ദേവാനന്ദൻ പറയുന്ന എന്താണ് വർഷിപ്പ്? വർഷിപ്പ് ഈസ് നോട്ട് ഇമോഷണൽ റെസ്പോൺസ്. വൈകാരികമായ പ്രതികരണമല്ല ആരാധന എന്ന് പറയുന്നത്. ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടോ ഒരു തെറാപ്പിയല്ല, ഒരു സൈക്കോളജിക്കൽ തെറാപ്പിയല്ല ആരാധന. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, ഇറ്റ് ഈസ് എ മീറ്റിംഗ് പോയിന്റ്. ഇതൊരു കണ്ടുമുട്ടലാണ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ദൈവവും മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ആരാധന. Where man surrenders himself to God, അവിടെ അവൻ ദൈവസന്നിധിയിൽ സറണ്ടർ ആകും. തീർന്നില്ല, and reveals new life and new power. എന്താണ് ആരാധന എന്ന് ചോദിച്ചാൽ, ആരാധന എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അപ്രോച്ച് അല്ല, വൈകാരികമായ ഒരു പ്രകടനമല്ല, പ്രകസനമല്ല. ദൈവവും മനുഷ്യനും കണ്ടുമുട്ടുന്ന ഇടമാണ് ആരാധന ഇടം. അവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെ അവൻ സറണ്ടർ ആകും. ഞാനൊന്നുമില്ല കർത്താവേ. നമുക്കതിന് ആധികാരികമായി പറയാൻ കഴിയുന്ന ടെസ്റ്റ് യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തെ കാണുമ്പോൾ പ്രവാചകന്റെ ഒരു സറണ്ടർ ഉണ്ട്. ദൈവത്തെ കണ്ട പ്രവാചകൻ പറയുകയാണ്, ഞാനോ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവത്തെ കണ്ടല്ലോ. ഐ ആം എ സിന്നർ, ഞാനൊരു പാപി, ഞാൻ സറണ്ടർ ആവുകയാണ്. ആരാധനയിലൂടെ അവനൊരു പുതിയ അനുഭവം ഉണ്ടാകുന്നു, ഒരു പുതിയ ലൈഫ് ഉണ്ടാകുന്നു, ഒരു പുതിയ പവർ ഉണ്ടാകുന്നു. വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ആത്മാവ്. ആത്മാവ് എന്ന് പറയുന്ന പദത്തിന് ഹീബ്രു പദം, നമുക്ക് ഹീബ്രു പദത്തിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറയട്ടെ, റുവ എന്നാണ്. കാറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം എന്നെ പഠിപ്പിച്ചത് കാറ്റിൽ ആരാധിക്കുക. എന്താ കാറ്റിലുള്ള ആരാധന? ഞാനൊരു പെർഫ്യൂം ഇവിടെ തുറന്നു വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പെർഫ്യൂം ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലയിച്ചു ചേരും. പിന്നെ ഈ അന്തരീക്ഷത്തിലെ വായുവും പെർഫ്യൂം തമ്മിൽ വേർപിരിപ്പാൻ കഴിയാതെ വണ്ണം അതിങ്ങനെ ലയിച്ച് പടരും. പ്രിയപ്പെട്ടവരെ, വർഷിപ്പ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനും ദൈവവും ഇഴുകി ചേരുന്നതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ആരാധന. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ആത്മാവിലുള്ള ആരാധന പരിചയപ്പെടുത്തി പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനധ്യാനം ഞാൻ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വളരെ പരിചിതമായ വേദഭാഗം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. ഞാനതൊന്ന് NRSV ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാൻ ശ്രമിക്കട്ടെ. He entered Jericho and was passing through it. A man was their name Zacchaeus. He was a chief tax collector and was rich. He was trying to see who Jesus was. But on account of crowd he could not, because he was short in stature. So he ran ahead and climbed a sycamore tree to see him, because he was going to pass that way. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.
ജീവന്റെ നാഥനും പരിപാലകനുമായ കർത്താവേ, വചനത്തിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ പഠിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആരാധനയുടെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തമ്പുരാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം ഏത് ആത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ വിവേചിപ്പാനും വചനത്തിനുള്ളിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഹൃദയം തുറന്ന് സ്വീകരിപ്പാനും തമ്പുരാനെ അശക്തരായ അടിയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കണമേ. ഈ ആരാധന ഒരു അനുഗ്രഹത്തിന്റെ ആരാധനയാക്കി തീർക്കണം പിതാവേ. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മാവിൽ ആരാധന എങ്ങനെയെന്നും ആ ദൈവപ്രസാദമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കുമെന്നും ഈ വചനത്തിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേറ്റെടുക്കണമേ. ജനത്തിനെ മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവവചനം പറഞ്ഞ് ആ വചന അനുഭവത്തെ ഹൃദയത്തിൽ പതിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സക്കായി യേശുവിനെ സ്വീകരിക്കുന്ന ഈ അനുഭവം നമ്മൾ ധാരാളം പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഭാഗത്ത് ആത്മാവിലുള്ള ഒരു ആരാധന ഞാൻ കാണുന്നു. വചനം പഠിക്കാൻ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും നമുക്ക് എല്ലാവർക്കും ദൈവഭാഗത്തായിരിക്കാം. യേശു യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നതറിഞ്ഞിട്ട് ഒരു യഹൂദനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ പേര് എനിക്ക് നിങ്ങൾക്കും അറിയാം, സക്കായി, ഒരു ആഗ്രഹം തോന്നി, ഒരു താല്പര്യം തോന്നി. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും, അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലാണ്. അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, ആഗ്രഹിച്ചു, താല്പര്യപ്പെട്ടു എന്നുള്ളതിനേക്കാൾ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പരാജയങ്ങൾ സംഭവിച്ചിരിക്കാം. വീണ്ടും 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 അവൻ യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ആ വഴി വരുന്നു എന്ന് ഈ പറയുന്ന സക്കായി മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മൾ വായിക്കുന്നത് യേശു വരുന്നു എന്നറിഞ്ഞിട്ട് അവൻ ഓടി. എന്തിനാ ഓടിയത്? അവനൊരു കാട്ടത്തിയുടെ മുകളിൽ കയറി. വെറുതെ ഓടിയതല്ല കേട്ടോ, ഒരു കാര്യമുണ്ട് ഓടാൻ. കാട്ടത്തിയുടെ മുകളിൽ കയറിയപ്പോൾ യേശു കാട്ടത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയെ കണ്ടു. ആ കാട്ടത്തിയുടെ മുകളിൽ കർത്താവ് നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ വിപ്ലവമാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അതിനൊരു ചരിത്രമുണ്ട്. സക്കായിയെ വിളിക്കുന്നു. സക്കായിയുടെ വീട്ടിലേക്ക് യേശു കടന്നു വരുന്നു. സക്കായി തൻ്റെ അനുതാപം പ്രഖ്യാപിക്കുന്നു. മനോഹരമായ ആ ചാപ്റ്റർ തീരുന്നു. 2 സെക്ഷനായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. ഒന്ന്, ആത്മാവിലുള്ള ആരാധനയിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ട 3 ഗുണങ്ങൾ. ഇതിൻ്റെ അകത്ത് പാട്ട് കാണുന്നില്ല, പ്രസംഗം കാണുന്നില്ല, ഒരു ആരാധന സ്ട്രക്ചറൊന്നും കാണുന്നില്ലെങ്കിൽ ഞാൻ പറയും ഇതാണ് ശരിക്കും ആത്മാവിലുള്ള ആരാധന. പിടി ദേവാനന്ദം പറഞ്ഞതുപോലെ ദൈവവും മനുഷ്യനും കൂടിച്ചേർന്ന ഇടം. 1, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവവുമായി ചേർന്ന് നീ പ്രവർത്തിക്കുന്നതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ധാരാളം പ്രതിസന്ധികൾ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് നമ്മുടെ മഹായിടവകയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ ഒരു അവസരം കിട്ടുമ്പോൾ ശരിക്കും നമ്മുടെ ഈ മഹായിടവകയുടെ ചരിത്രം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കണമെന്ന് പഠിപ്പിച്ച പൂർവികരുടെ മക്കളാണ് ഞാനും നിങ്ങളുമെന്ന് ഈ സ്ഥലത്ത് നിന്ന് ചങ്കൂറ്റത്തോടെ ഞാൻ പറയട്ടെ.
1848 മുൻപ് 5 ഗോത്ര തലവന്മാർ 5 പ്രാവശ്യം കോട്ടയത്ത് പള്ളത്തിനടുത്ത് ഹെൻറി ബേക്കർ ജൂനിയർ സായിപ്പിനെ കാണാൻ പോയ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. എന്റെ ശ്രദ്ധ പോയി നിന്നത് അവർ പോയ വർഷങ്ങളാണ്. 5 വർഷം. 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി, വീണ്ടും വീണ്ടും 1 പരാജയം, 2 പരാജയം, 3 പരാജയം. തോൽക്കാൻ തയ്യാറല്ലാത്ത ഗോത്ര തലവന്മാർ. 5ാമത്തെ പ്രാവശ്യം അവർ പോയി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചത്, അവർ പറയുകയാണ്, മേലാളന്മാർ ഞങ്ങളെ ഞരക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്ത് പ്രശ്നം അവിടെ ഉണ്ടായിരുന്നത്? നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചരിത്രം, എനിക്കറിയാം എന്റെ ചരിത്രം. തലക്കരം, മാറിന് കരം, മാത്രമല്ല സമ്മാനങ്ങൾ കൃത്യമായി യജമാനന്റെ എത്തിച്ചില്ലെങ്കിൽ പട്ടിണിയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഞെരുക്കങ്ങൾ 5 പ്രാവശ്യം പോയി ബോധ്യപ്പെടുത്തി. ട്രൈയിങ്. അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം പിതാക്കന്മാർ ഈ ദേശത്തിന്റെ സംഭാവനയാണ്. അവർ പറയുന്ന വാചകങ്ങൾ ഞാൻ പറയണ്ടല്ലോ. അവർ പറയുകയാണ്, അങ്ങയെ കാണാൻ ഞങ്ങൾ 5 പ്രാവശ്യം വന്നു. ശരി ഏതെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ജന്തുക്കളെ പോലെ ജീവിക്കുന്നു. മലമ്പനിയും മാരക രോഗങ്ങളും കാരണം ഞങ്ങളുടെ മക്കൾ ചത്തു വീഴുന്നു. നായ്ക്കളെ പോലെ ഞങ്ങളെ കുഴിച്ചിടുന്നു. ഏറ്റവും അവസാനത്തെ സെന്റൻസ് കരളലിയിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണ്. നിങ്ങളും ഞങ്ങളെ തള്ളിക്കളയുകയാണോ? നിങ്ങൾക്ക് വേണ്ടേ ഞങ്ങളെ? 5 പ്രാവശ്യം വന്നു. 1 അല്ല, 2 അല്ല, 3 അല്ല, 5 പ്രാവശ്യം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തോൽക്കാൻ മനസ്സ് കാണിക്കാതെ അപ്പന്റെ കരം മുറുകെ പിടിച്ചുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഞാൻ പറയും, അതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ആരാധന. തോറ്റു കൊടുക്കരുത്. വില്ലങ്കേരി എന്ന് പറയുന്ന ആ മിഷണറിയുടെ അനുഭവം എനിക്ക് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണല്ലോ. ഭാര്യയും 3 മക്കളുമായി ഈ നാട്ടിൽ വരുന്ന അദ്ദേഹത്തിന്റെ 3 മക്കളും മരണപ്പെട്ടു പോയി. ഭാര്യ മാനസിക രോഗിയായി തീർന്നു. വേണമെങ്കിൽ ശുശ്രൂഷ അവസാനിപ്പിച്ച് തിരിച്ചു പോകാം, ആരും ചോദിക്കത്തില്ലെന്നേ. കാരണം മക്കളും നഷ്ടപ്പെട്ടു, ഭാര്യ മാനസിക രോഗി. ഇനി ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല, ശുശ്രൂഷ അവസാനിപ്പിക്കാൻ തിരിച്ചു പോകാം. വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ദൈവത്തിൽ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ഏത് അനുഭവങ്ങൾ വന്നാലും, ഏത് തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്ത് എഴുതിക്കോ, ഇതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ആരാധന. അല്ലാതെ 5 പാട്ട് പാടുന്നതും ഒരു വലിയ ഒരു കോൺഗ്രിഗേഷന്റെ മധ്യത്തിൽ ഇരിക്കുന്നതും അല്ല ഒരു ആരാധനയുടെ അനുഭവം എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അത് ആരാധനയുടെ ഒരു ഭാഗമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കണ്ണുനീരുകൾ വരുമ്പോൾ തളർന്നു പോകാതെ, ഇന്നത്തെ ദിവസം ക്രൈസ്തവ ഗാനരംഗത്തിന് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അറിയോ എന്തെങ്കിലും സംഭവം ക്രൈസ്തവ ഗാനരംഗത്തുണ്ടായോ? ഇന്നലെ ഇന്നോ ആയിട്ട് ഒരു നഷ്ടമുണ്ടായി. ആരാ? മുട്ടം ഗീവർഗീസ്. അദ്ദേഹം നമ്മെ വിട്ട് കടന്നുപോയി. 100 വയസ്സ് പ്രായം. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ കരയാനല്ലാതെ മറ്റൊന്നും കഴിയത്തില്ല. കാരണം അദ്ദേഹം തന്റെ ജീവിതത്തിൽ കുറിക്കുന്ന ഒരു സംഭവമുണ്ട്. മധുരയ്ക്ക് അടുത്ത് 28 കിലോമീറ്റർ പറക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം സുവിശേഷം പറയാൻ പോയി. സുവിശേഷം പറയാൻ പോയ അദ്ദേഹത്തെ അവിടുത്തെ ഗോത്ര തലവനും കൂടെ ഉള്ളവരും വളഞ്ഞു. ആദ്യത്തെ ചോദ്യം ഇതാണ്:
നിങ്ങൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഐ ആം പ്രീച്ചിങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ അവിടെ ഇട്ട് പൊതിരെ തല്ലി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ പറയുന്നത് മനുഷ്യന്റെ പച്ചയായ മലം വായ്ക്കകത്ത് കുത്തിയിറക്കിയെന്ന. അദ്ദേഹം അത് പറയുമ്പോൾ, അദ്ദേഹം അത് എഴുതിയപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഈ ലോകത്തിലെ അനുഭവങ്ങൾ എന്നെ എത്ര ഞെരുക്കിയാലും എനിക്ക് ഏൽക്കത്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഒരു ക്രൈസ്റ്റ് ഉണ്ട്. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ തോറ്റ് പിന്മാറുന്നവനല്ല ക്രിസ്ത്യാനി, അവനല്ല വർഷിപ്പർ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഒന്ന് കരഞ്ഞ്, ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് സന്തോഷിച്ച് അതോടുകൂടെ തീരുന്നില്ല ജീവിതം. പിന്നെ നമ്മൾ ജീവിതം തുടങ്ങുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ കഷ്ടങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, കണ്ണുനീരുകളുണ്ടാകും. അതിന്റെ മധ്യത്തിൽ എനിക്കൊരു അപ്പനുണ്ടെന്ന് പറഞ്ഞ അപ്പന്റെ കൈ മുറുകെ പിടിക്കാൻ കഴിയുമെങ്കിലാണ് വർഷിപ്പിൻ സ്പിരിറ്റ് അർത്ഥമായി തീരുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വർഷങ്ങൾ കഴിഞ്ഞിട്ട് യേശുവിനെ അറിഞ്ഞു. അവിടുത്തെ ആദ്യത്തെ കൺവെൻഷൻ 2 ദിവസം പ്രസംഗിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം എഴുതിയ പാട്ടുകൾ ധാരാളം. അതിലൊരു പാട്ടാണ്, നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കാത്തിടുമേ അന്ത്യം വരെ. പ്രിയപ്പെട്ടവരെ, 2 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കൺവെൻഷൻ അവസാനിക്കും. ദേവദാസന്മാർ വാരി വിതറുകയ വചനം. ഞാൻ പ്രാർത്ഥനയോടെ പറയട്ടെ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും, ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ചങ്കൂറ്റത്തോടെ നേരിടാനുള്ള ഒരു ആർജവം പ്രാപിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകാവൂ. അതാണ് വർഷിപ്പിൻ സ്പിരിറ്റ്. ഈ കൺവെൻഷൻ എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു അനുഭവം. നമുക്ക് കഴിയുമോ? അത് ചോദ്യത്തിന് ഉത്തരം പറ. കഴിയുമോ? നമ്മളെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആരെന്നറിയോ? ആരാ? എൻ്റെ അപ്പൻ. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം. ഞാൻ എവിടെ പോയാലും പറയുന്ന ഒരു ഉദാഹരണം പറയട്ടെ. ഇതിൻ്റെ അകത്ത് കത്തോലിക്ക വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എവിടെ പോയാലും പറയുന്നൊരു ഉദാഹരണമാണ്. വളരെ സിമ്പിളായിട്ടത് മനസ്സിലാവുണ്ടോ? ആരെങ്കിലും? ഒരാളുണ്ട്. സന്തോഷം കേട്ടോ. ഞാൻ ആ അമ്മയോട് തന്നെ ചോദിക്കട്ടെ. അയ്യോ, പറയത്തില്ലായിരുന്നു. അമ്മയെ, കത്തോലിക്ക സഭയിലെ കുരിശ് കണ്ടിട്ടുണ്ടോ? കത്തോലിക്ക സഭയിലെ കുരിശ് കണ്ടിട്ടുണ്ടോ? കുരിശ് കണ്ടിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ കുരിശ് കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ സഭകളിലുള്ള കുരിശ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അമ്മയോട് ഞാൻ ചോദിക്കുക, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കത്തോലിക്ക സഭയുടെ കുരിശിലും ഈ പ്രൊട്ടസ്റ്റന്റ് സഭ, എൻ്റെ സഭയുടെ കുരിശിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അറിയാം എന്നുള്ള ആർക്കെങ്കിലും പറയാം. അമ്മയെ മാത്രം നമുക്ക് ബേഡനാക്കണ്ട. കത്തോലിക്ക സഭയിലെ ക്രൂശിൽ യേശുവിന്റെ രൂപമുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ക്രൂശിൽ യേശുവിന്റെ രൂപമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമായോണ്ട് ഞാനിത് പറയുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിലേത് കൊള്ളാം? നമ്മളെ പറയൂ. ഇതിലേത് കൊള്ളാം എന്ന് ചോദിച്ചാൽ ഞാനാണ് മണ്ടൻ. കാരണം രണ്ടും 2 ദൈവശാസ്ത്രമാണ്. 2 ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മേ കത്തോലിക്ക സഭയിൽ ക്രൂശ് വെച്ചിരിക്കുന്നത്. യേശുവിന്റെ രൂപമുള്ള ഒരു ക്രൂശ് വെച്ചിരിക്കുന്നത് അതൊരു ദൈവശാസ്ത്രത്തിന്റെ പുറത്താണ്. ഈ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ക്രൂശ് അത് മറ്റൊരു ദൈവശാസ്ത്രത്തിന്റെ പുറത്ത് പണിത ക്രൂശാ. എന്താണ് വ്യത്യാസം? കത്തോലിക്ക സഭയിൽ ആരാധനയ്ക്ക് പോകുന്ന ഒരു വ്യക്തി ആദ്യം ആരാധന സ്ഥലത്തിരുന്നിട്ട് ശ്രദ്ധിക്കുന്നത് എവിടെയായിരിക്കും? ക്രൂശിലായിരിക്കും. ഞാൻ പ്രൊട്ടസ്റ്റന്റുകാരോട് ചോദിക്കത്തില്ല നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എവിടെയാണെന്ന്. കാരണം ഞാനൊരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായിട്ട് എനിക്കറിയാം. പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. പക്ഷെ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അവരുടെ ഫോക്കസ് നേരെ പോകുന്നത് ക്രൂശിലേക്കാണ്.
ക്രൂശിൽ പോകുമ്പോൾ ആ ദൈവശാസ്ത്രം അവരോട് പ്രസംഗിക്കും. തകർന്ന് വേദനിച്ച് തരിപ്പണമായി അൽത്താരയിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യനെ നോക്കി ഈ കിടക്കുന്ന ക്രൂശ് പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ കുഞ്ഞെ, നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ വേദനിക്കുന്നേ? നീ എന്തിനാ ഭാരപ്പെടുന്നേ? നിനക്ക് വേണ്ടി ക്രൂശിതനായ, മരണം സ്വയം ഏറ്റെടുത്ത ഒരു ദൈവമല്ലേ ഞാനേ. ഈ പ്രസവത്തിന് വേണ്ടി നമ്മുടെ പെൺമക്കൾ ലേബർ റൂമിലോട്ട് പോകുമ്പോൾ അപ്പനെ വിളിക്കുമോ അമ്മയെ വിളിക്കുമോ? കൂട്ട്. ഞാൻ എൻ്റെ ഭാര്യയിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആരെയാ വിളിക്കുന്നേ? അപ്പനെ വിളിക്കും. അപ്പം പൈസക്കുള്ള ഓട്ടോ ആയിരിക്കും എന്നേ. അപ്പനുകൊണ്ട് വേദന, എന്നാലും ആരെയാ വിളിക്കുന്നേ? പറ. എന്തുകൊണ്ട് അമ്മയെ വിളിക്കുന്നേ? മകൾക്കറിയാം ഈ വേദന എന്താണെന്ന്, എൻ്റെ അമ്മയ്ക്കറിയാം. ഇതുപോലത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. കാരണം ഈ ഇരിക്കുന്ന ജനത്തിന്റെ വേദന, തകർച്ച ഈ ക്രൂശ് പറയുകയാണ്: നിനക്ക് വേണ്ടി ആണികളാൽ മുറിവേറ്റ് രക്തം വാർന്നൊഴുകി മരിച്ച ഒരു ദൈവമുണ്ട്. പക്ഷേ ഞാൻ പറയും, പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കും. ഇതിലേത് ശരി ഏത് തെറ്റെന്നുള്ളതല്ല, രണ്ടും രണ്ട് ദൈവശാസ്ത്രമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മളൊക്കെ തകർന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു തിരുമേനി ഉണ്ടായിരുന്നേ. എനിക്ക് അദ്ദേഹത്തെ 1-2 ദിവസം മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത്. യേശുദാസൻ തിരുമേനി. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ കുഞ്ഞു പ്രായത്തിലാണ്. കുഞ്ഞെ, ക്രൈസിസ് വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ എൻ്റെ ചാപ്പലിൽ കയറി മുട്ടുമടക്കി ആ ക്രൂശിലേക്ക് ഞാനിങ്ങനെ നോക്കും. എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കും. അന്ന് ഞാൻ ചിന്തിച്ചു, ഈ ക്രൂശിൽ നോക്കുമ്പോൾ എങ്ങനെയാ കണ്ണുനീര് വരുന്നേ? ഒരേ പോയിന്റിൽ കുറെ സമയം നോക്കിക്കൊണ്ടിരുന്ന കണ്ണുനീര് വരും. ആ കണ്ണീരല്ല. ഈ ക്രൂശിലേക്ക് നോക്കുമ്പോൾ, പ്രൊട്ടസ്റ്റന്റ് ക്രൂശിലേക്ക് തകർന്ന് വേദനിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നോക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറയും കേട്ടോ. കാരണം ക്രൂശ് പ്രസംഗിക്കും. പുഷ്പരാജിന്റെ പ്രസംഗമൊന്നും പ്രസംഗമല്ല. ഈ ലോകത്തിലെ ആരുടെ പ്രസംഗമൊന്നും ക്രൂശ് പ്രസംഗിക്കും. ക്രൂശ് എന്ത് പ്രസംഗിക്കുമെന്നറിയോ? ഞാൻ തകർന്ന് വേദനിച്ച് ക്രൂശിലേക്ക് നോക്കുമ്പോൾ ക്രൂശ് എന്നോട് പറയും, നീ എന്നാത്തിനാ എന്നെ നോക്കുന്നേ? ഇതുപോലെ തന്നെ പറയും. അവൻ ഇവിടെ ഇല്ല. അവൻ നമ്മുടെ ക്രൂശിന്റെ പേരെന്താണെന്നറിയോ? നമ്മൾ ഇതൊക്കെ പഠിക്കണേ. റിസറക്ഷൻ ക്രോസ്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ക്രൂശിന്റെ പേരാണ് റിസറക്ഷൻ ക്രോസ്, പുനരുദ്ധാനത്തിന്റെ കുരിശ്. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്ന് എന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നോ? ഈ ഉറപ്പാണ് വർഷിപ്പിൻ സ്പിരിറ്റിൽ കിട്ടേണ്ടത്. കഷ്ടം വരും, നഷ്ടം വരും, വേദന വരും, പ്രശ്നങ്ങൾ വരും. ഇതില്ലാത്ത മനുഷ്യനുണ്ടോ? ജീവിതത്തിന്റെ നടുവിൽ പ്രാർത്ഥനയോടെ പറയട്ടെ, തോൽക്കാൻ മനസ്സ് കാണിക്കരുത്. തോൽക്കാൻ എളുപ്പമാണ്. അങ്ങനെ തോറ്റ് പിന്മാറേണ്ടവനല്ല ഞാൻ അടിവരയിട്ട് പറയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസി. ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കും നിനക്കും എന്തിനേയും ചവിട്ടി മരിക്കാൻ കഴിയും. അതുകൊണ്ട് ട്രൈ, മുന്നോട്ട് പോകും. സഖായി കാണിച്ചൊരു ഗുണം ഇതാണ്. അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. യേശുവിനെ ശ്രമിച്ചു, ആഗ്രഹിച്ചു, കണ്ടില്ല, വേണ്ടാന്നല്ല, എനിക്ക് കണ്ടേ പറ്റൂ, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൂട്ടുകാരനുമായിട്ട് ചേർന്ന് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിരുന്നു. അവൻ എനിക്ക് എന്തോ ചെയ്തു, കൂടോത്രമെന്നോ എന്നാ വേണമെങ്കിലും എടുത്തോ, എന്തോ ചെയ്തു. അതിനുശേഷം എൻ്റെ ഉയർച്ചയെല്ലാം നഷ്ടപ്പെട്ടു. ഈ ഒരു വിഷയം എൻ്റെ ഉള്ളിൽ കിടന്നു കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്താണ് ഇതിൻ്റെ പ്രോബ്ലം അറിയണം. മനഃശാസ്ത്രത്തിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. പ്രൊജക്ഷൻ.
എന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ആരുടെയെങ്കിലും മേലിൽ കൊണ്ട് കെട്ടിവെക്കും. ഉദാഹരണം, പരീക്ഷയ്ക്ക് തോറ്റ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിങ്ങനെ പറയും, അധ്യാപകൻ മാർക്ക് തരാഞ്ഞിട്ടാ. സഹോദരങ്ങളെ, ഒന്നിന്റെ പേരും പറഞ്ഞ് നീ പിന്മാറല്ലേ. ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ വന്നാലും ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. ധൈര്യമായി മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം. അതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആരാധനയിലൂടെ നാം സമ്മാനിച്ചെടുക്കേണ്ടത്. 2, നമ്മുടെ ബലഹീനതകളെ അപ്പന്റെ കരങ്ങളിൽ കൊടുക്കാനുള്ള മനസ്സാണ് ആത്മാവിലുള്ള ആരാധന. സക്കായിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സക്കായി വളർച്ചയിൽ കുറിയവൻ. പക്ഷെ അവിടെ തീരുന്നില്ല കേട്ടോ കാര്യം. സക്കായി എന്ന് പറയുന്ന പദത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് സെക്കേവോസ്. ഞാൻ പറഞ്ഞു സക്കായി ഒരു എബ്രായനാണ്. കുറച്ച് ചിന്തിക്കണേ, സക്കായി ഒരു എബ്രായനാണ്. പക്ഷെ ഈ സെക്കേവോസ് എന്ന് പറയുന്ന പദം ഒരു ഗ്രീക്ക് പദമാണ്. ഒരു എബ്രായനെ സംബന്ധിച്ച് ഒരിക്കലും അവൻ അവന്റെ ഐഡന്റിറ്റി വിട്ട് കളിക്കത്തില്ല. അവന്റെ മതം വിട്ട് അവൻ സഞ്ചരിക്കത്തില്ല, അവന്റെ ദൈവാലയം വിട്ട് അവൻ സഞ്ചരിക്കത്തില്ല, അവന്റെ ഭാഷ വിട്ട് അവൻ സഞ്ചരിക്കത്തില്ല. ഒരു യഹൂദൻ അവന്റെ തനിമയിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നവനാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ സെക്കേവോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് പദം, സ്വന്തം പദം അല്ലെങ്കിൽ സ്വന്തം പേര് മാറ്റി മറ്റൊരു പേര് സ്വീകരിച്ച വ്യക്തിയാണ് ഈ സക്കായി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിന് എനിക്ക് കിട്ടിയ മനോഹരമായൊരു വ്യാഖ്യാനം ഞാൻ പറയട്ടെ. അവന് ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ ലോകപ്രകാരം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സക്കായി പരാജയപ്പെട്ടു പോയി. സക്കായി എന്ന് പേരിട്ടിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവന്റെ ബലഹീനതയെ കർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവിടെ വെച്ച് അവന്റെ ജീവിതം സക്സസ് ആവാൻ തുടങ്ങി. വളർച്ചയിൽ കുറിയവൻ, നല്ല ഇമേജ് സ്ഥലത്തില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റിച്ച് ആണ്, നല്ല പൊസിഷൻ ഉണ്ട്. പക്ഷെ ഒരു ജോക്കറാണ് അദ്ദേഹം. ഞാൻ അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഗ്രീക്ക് ഐഡന്റിറ്റി അദ്ദേഹം സ്വീകരിക്കുന്നത്, സെക്കേവോസ്. ഈ ലോകപ്രകാരം സഞ്ചരിക്കുന്നതല്ല. നമുക്ക് ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനത അപ്പന്റെ കയ്യിൽ കൊടുക്ക്, അത് ബ്ലെസ്സിങ് ആയിട്ട്. എൻ്റെ ഒരു സെമിനാരി എക്സ്പീരിയൻസ് പറയട്ടെ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്നാലും ഞാൻ പറയട്ടെ. 4 വർഷത്തെ എൻ്റെ സെമിനാരി പഠനത്തിൽ എൻ്റെ ഹൃദയത്തിൽ കയറിയ ഒരു ക്ലാസ് ഉണ്ട്. ഞാൻ ഹൃദയത്തിൽ ആ ക്ലാസ്സിനെ സ്വീകരിച്ചത്. ചെന്നൈയിൽ നിന്ന് വന്ന ഒരു അധ്യാപകൻ 15 ദിവസത്തെ ക്ലാസ് 3-ാമത്തെ വർഷം ഞങ്ങൾക്ക് എടുത്തു. റവറൻഡ് ഡോക്ടർ ദേവജ്യോതികുമാർ. ആ ക്ലാസ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പക്ഷേ അദ്ദേഹം ബലഹീനമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കാല് സ്വാധീനമില്ല. അദ്ദേഹം ഒരു റവറൻഡാണ്, ഒരു വൈദികനാണ്. അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, ഒരേ ഒരു ചോദ്യം. ഞാൻ അറിയപ്പെടുന്ന ഒരു വൈദികനാണ്, ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: എന്നെ ഏതെങ്കിലും ഒരു സഭയിൽ പോസ്റ്റ് ചെയ്താൽ ആരും എന്നെ സ്വീകരിക്കത്തില്ല. ഏതെങ്കിലും ഒരു പള്ളിയിൽ പോസ്റ്റ് ചെയ്താൽ പോസ്റ്റ് ചെയ്ത് തീരുന്നതിന് മുൻപ് പേപ്പർ ബിഷപ്പ് ഹൗസിലെത്തും. ഞങ്ങൾക്ക് പറ്റത്തില്ല. വിസിറ്റിംഗ് ഉണ്ട്, പരിപാടികൾ ഒരുപാടുണ്ട്. ഈ ബലഹീനതയുള്ള ഒരാളിനെ വേണ്ട. അപ്പൊ ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ആ ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഈ മനുഷ്യൻ, ഈ അച്ഛൻ ഞങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തകർന്നു പോയൊരു ചോദ്യം. ആ ചോദ്യം ഇതാണ്, തമിഴിലാണ് ചോദിക്കുന്നത്: എങ്ങളെ കടവുൾക്ക് തേവയില്ലയാ? എന്നെ പോലെ ഉള്ളവരെ ഒന്നും ദൈവത്തിന് വേണ്ടേ? 4 വർഷത്തെ സെമിനാരി പഠനത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തുളച്ചു കയറിയ ഒരു ചോദ്യമായിരുന്നു അത്.
ക്വാളിറ്റി ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, വൈദികനാണ്, എല്ലാമാണ്. പക്ഷേ ഈ ബലഹീനത ഉള്ളപ്പോൾ അംഗീകരിക്കുവാൻ കുറവാണ്. ഒരുപക്ഷെ ഇങ്ങനെ ബലഹീനത അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടാകാം. അദ്ദേഹത്തിന് കാലിന്റെ പ്രയാസമാണെങ്കിൽ മറ്റു പല ബലഹീനതകൾ. നിങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെയും ദൈവത്തിന് വേണ്ടേ? പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടേണ്ട. ഞങ്ങൾ അതിനൊരു ഉത്തരം പറയാൻ കഴിയാതെ ഞങ്ങൾ തകർന്നിരുന്നപ്പോൾ ഈ അച്ഛൻ ഞങ്ങൾക്ക് തന്ന ഒരു ഉത്തരം എന്താണെന്നറിയോ? ഈ അച്ഛൻ ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ദൈവം ഇടയനാണ്. എൻ്റെ ദൈവം ഇടയനാണ്. ഇടയൻ ആടുകളെ നടത്തിക്കൊണ്ടുപോകും. എന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു കേട്ടോ. ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഭാഷയെ തന്നെ ഞാൻ പറയട്ടെ, ഈ മൊണ്ടിയെ തോളിലെടുത്തോണ്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? നിന്റെ ബലഹീനതയെ നിനക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ ബലഹീനതയെ സക്സസ് ആക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ആത്മാവിലുള്ള ആരാധന എന്നത് കർത്താവേ, എൻ്റെ ഉള്ള അവസ്ഥകൾ മാത്രമല്ല. നമ്മൾ പാട്ടിലൊക്കെ പാടാറില്ലേ, എൻ്റെ ദുഃഖവും എൻ്റെ രോഗവും നീ എനിക്ക് തന്നതെല്ലാം ഞാൻ തരാ. God plus our limitation is equal to success. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കൺവെൻഷൻ യോഗങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ബലഹീനതകൾ നമ്മെ വേദനിപ്പിക്കരുത്. നമ്മുടെ ബലഹീനതകളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ കഴിയണം. അതിനുശേഷം ബലഹീനത വരുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ദൈവം ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന സമയം ബലഹീനമായ സമയമാണ്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടാകും. കാരണം അവിടെ അവന് എൻ്റെ ദേഹത്തിറങ്ങി, എൻ്റെ ജീവിതത്തിലിറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത്, ഒന്ന്, വെല്ലുവിളികളെ മുന്നോട്ട് പോയി ദൈവവുമായി ചേർന്ന് നേരിടുക. വർഷിപ്പ് ഇൻ ഗോഡ്, വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. രണ്ട്, നമ്മുടെ ലിമിറ്റേഷൻ, നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. മൂന്ന്, ഈ സക്കായി ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, മുന്നോട്ടോടി. ഞാൻ ചോദിച്ചു, എന്തിനാ ഓടിയേ? കാട്ടത്തിയുടെ മുകളിൽ കയറി. എന്തിനാ കാട്ടത്തിയുടെ മുകളിൽ കയറിയേ? വേറെ മരങ്ങളുണ്ടോ അവിടെ? യെരിഹോ എന്ന് പറയുന്നത് കാട്ടത്തിയുടെ നാടല്ല. യെരിഹോ എന്ന് പറയുന്നത് ഈന്തപ്പനകളുടെ നാടാണ്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 3-ാം വാക്യം വായിക്ക്, അവിടെ ഉണ്ട്. യെരിഹോ എന്ന് പറയുന്നത് ഈന്തപ്പനകളുടെ നാട്. ആ യെരിഹോവിന് പുറത്താണ്, പ്രത്യേകിച്ചും യഹൂദന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഈ കാട്ടത്തി വെക്കാറില്ല. ആ ജിയോഗ്രഫിക്കൽ മാപ്പ് പ്രകാരം ഒന്ന് ശ്രദ്ധിക്കണം, ആ ബൗണ്ടറിക്ക് പുറത്താണ് ഈ കാട്ടത്തി. കാരണം കാട്ടത്തി യഹൂദൻ അംഗീകരിച്ച മരം അല്ല. യഹൂദന്മാരുടെ രണ്ട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് മിഷ്നയും താൽമൂദും. അതിൽ പറയുന്നത്, കാട്ടത്തി ഒരു മനുഷ്യൻ, ഒരു എബ്രായൻ നോക്കാൻ പാടില്ല, ദൈവാലയത്തിൽ അതിന്റെ വിഭവങ്ങൾ കൊണ്ടുവയ്ക്കാൻ പാടില്ല. അതിന് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ടെന്നറിയാമോ? ഈ കാട്ടത്തി നിറച്ച് ഇലകളുള്ളതായതുകൊണ്ട് പക്ഷികൾ അതിൽ വന്ന് ചേക്കേറാനും അത് മാലിന്യമാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കാട്ടത്തി ഒരു യഹൂദൻ സ്വീകരിക്കത്തേയില്ല. രണ്ട്, ഈ കാട്ടത്തിയിൽ നിന്ന് ഒഴുകുന്ന സ്രവം അശുദ്ധിയാണ്, സ്മെല്ലുള്ളതാണ്. അതുകൊണ്ട് ഇത് ദൈവം സ്വീകരിക്കത്തില്ല. ഇത് യഹൂദന്മാരുടെ താൽമൂദ്, മിഷ്ന ഈ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തിനാ സക്കായി ഓടിയേ? സക്കായി ഓടി എന്തിനെന്നറിയാമോ? ഏതെങ്കിലും ഒരു ഈന്തപ്പനയുടെ മുകളിൽ കയറിയാൽ യേശു നോക്കും. കാരണം യേശു ഒരു യഹൂദനാണ്. ആർക്കും വേണ്ടാത്ത
പാളയത്തിന്റെ പുറത്ത് നിൽക്കുന്ന ആ മരത്തിന്റെ അടുത്തൊന്ന് ചെന്നാൽ ഒരിക്കലും യേശു അവനെ നോക്കത്തൂല. അതിന്റെ അടുത്തൂടെ പോയാൽ പോലും യേശു ഒരു എബ്രായനായതുകൊണ്ട് കാട്ടത്തീരെ മുകളിലോട്ട് പോലും നോക്കാൻ സാധ്യതയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? ഇതൊരു ഇൻസൈറ്റ് ആണ് കേട്ടോ, ഉൾക്കാഴ്ച എന്ന് പറയും. ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് ഈ പുറമെയുള്ള കാഴ്ചയല്ല, ഇൻസൈറ്റ് ആണ്. വിശ്വാസത്തിൽ കാണണം. ആത്മാവിലുള്ള ആരാധന. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയോടെ ഞാൻ ഈ സുവിശേഷം പങ്കുവയ്ക്കട്ടെ. എന്നാൽ യേശു ഒരു ഈന്തപ്പനയുടെ മുകളിലല്ല നോക്കിയത്, പാളയത്തിന്റെ പുറത്ത് നിന്ന ആ കാട്ടത്തിയുടെ മുന്നിൽ വന്ന് കാട്ടത്തിയുടെ മുകളിൽ നിൽക്കുന്ന സക്കായി യേശു നോക്കി. ഈ ഇൻസൈറ്റ് ആണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 5:7 ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻസൈറ്റ് എനിക്ക് ലഭ്യമാകുന്നതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റിന്റെ മറ്റൊരു ഭാഗം. വളരെ രസകരമായ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. മേച്ചാലയെ ഞാൻ കൺവെൻഷന് പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ സാക്ഷ്യം പറയുന്നത് ആൻഡ്രൂസ് അച്ഛനായിരുന്നു. ഞാൻ എൻ്റെ 2 ചെരുപ്പുകൾ, അച്ഛൻ ഇപ്പോഴേ ചിരി വന്നു, എൻ്റെ 2 നല്ല ചെരുപ്പ്, ഒരു ഞാൻ ഇങ്ങനെയാ പറഞ്ഞേ, ഇട്ട് കൊതി തീരാത്ത 2 നല്ല ചെരുപ്പ് അച്ഛൻ്റെ വീട്ടിൻ്റെ മുൻപിലിട്ടിട്ട് അകത്ത് കയറി. നിമിഷ നേരം കൊണ്ട് ഒരു നായ് വന്ന് 2 എടുത്തുകൊണ്ട് പോയി. എന്ത് സന്തോഷം എൻ്റെ ചെരുപ്പ് പോയതിലല്ലേ. അപ്പോൾ അച്ഛനെ ഒത്തിരി ശ്രമിച്ചു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അച്ഛാ കൊതി തീർന്നില്ല, ഞാൻ അടുത്ത സമയത്ത് വാങ്ങിച്ച ചെരുപ്പാ. പക്ഷേ ഞാൻ അച്ഛനിൽ കണ്ടൊരു ഗുണം പറയട്ടെ. അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു, സാറേ നമുക്ക് ദൈവം തരും. ഞാൻ ചെറിയൊരു കാര്യം പറയുക, ചെറിയൊരു കാര്യമാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ 1-ാമത്തെ ദിവസം അച്ഛൻ തന്നെ ഇങ്ങനെ പാവം എവിടെയൊക്കെയോ പോയി ഒരു ചെരുപ്പ് കണ്ടെത്തി കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കളയാം, കാരണം ഒന്ന് വെച്ച് എന്നാ ചെയ്യാന. ആ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഒരു ശുശ്രൂഷയുണ്ട്. കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ വീട്ടിൽ വരുമ്പോൾ മറ്റേ ചെരുപ്പ് അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് അച്ഛൻ്റെ മകള് വന്ന് പറയുന്നത്, ഒരു പട്ടി, ഒരു നായ് ഒരു ചെരുപ്പുമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ ഭാഗത്ത് കൊണ്ട് വെച്ചിട്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയിരുന്നു. ഞാൻ ഇപ്പോഴിട്ടിരിക്കുന്ന ആ സാധനമാണ്. ഒരു പല്ലിൻ്റെ കടിയോ അതിൻ്റെ ഒരു ഭാഗം സ്ക്രാച്ച് ആവുകയോ, ഇതാ കിടക്കുന്നു, എടുത്തോണ്ട് പോകരുത്, സ്ക്രാച്ച് ആവുകയോ. പക്ഷെ എന്നെ ഇതൊന്നും അല്ല അത്ഭുതപ്പെടുത്തിയത്. ഈ ചെരുപ്പ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആൻഡ്രൂസ് അച്ഛൻ ആ മിഷൻ ഹൗസിന്റെ അകത്ത് നിന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുക. കാരണം എനിക്കിതൊരു വലിയ അത്ഭുതമായിപ്പോയി. കാരണം പട്ടിക്ക് മാനസാന്തരവും. ആൻഡ്രൂസ് അച്ഛൻ ആ മിഷൻ ഹൗസിന്റെ അകത്ത് നിന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ, ഫെയ്ത്ത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ഇതൊരു ട്രാപ്പ് അല്ല അച്ഛാ, ഞാൻ ഇങ്ങനെ പൊക്കി പറഞ്ഞ് ട്രാപ്പ് ആക്കിയതല്ല. ഇൻസൈറ്റ്. പ്രിയപ്പെട്ടവരെ, വർഷിപ്പ് ഇൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് അതൊരു ഇമോഷണൽ റെസ്പോൺസ് മാത്രം ആകരുത്. ഇത് പറയാനേ ഞാൻ ശ്രമിച്ചത്. ഒന്ന്, പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്യാനുള്ള ചങ്കൂറ്റം. കാരണം ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഏത് പ്രതിസന്ധിയും ഞാൻ അതിജീവിക്കും. ആ ചങ്കൂറ്റം, അതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. 2, നമ്മുടെ ബലഹീനതകളെ ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് ഞാൻ ബലമുള്ളവനെന്ന് പറഞ്ഞ് നിൽക്കണം. കരയരുത് കേട്ടോ, ഒരു മനുഷ്യന്റെ മുമ്പിലും കരയരുത്. കരഞ്ഞാൽ നീ ഒരു, പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ, നീ ഒരു വെറും കോമഡി ക്യാരക്ടറാണ്. എനിക്കതില്ല എനിക്കിതില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴേ അവൻ കുറച്ച് നേരമൊക്കെ നിന്റെ അടുത്തിരുന്ന് നിന്നെ സമാധാനപ്പെടുത്തി, എന്നിട്ട് അപ്പുറത്ത് പോയി അവൻ അത് തന്നെ വേണമെന്ന് പറയും. പറയത്തില്ലേ?
അണ്ട് കരയരുത്. ജീവിതത്തിൽ ബലഹീനതകളുണ്ടെങ്കിൽ ആ ബലഹീനതയെ അപ്പന്റെ കയ്യിൽ കൊടുക്ക്. അപ്പന്റെ കയ്യിൽ കൊടുത്തിട്ട്, അപ്പ നീ എന്നെ പൂർണ്ണമാക്കെന്ന് പറയാൻ എനിക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. ഇതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആരാധനയിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. 3 ഇൻസൈറ്റ്. കർത്താവേ, എനിക്കൊരു ഉൾക്കാഴ്ച വേണം. ഉൾക്കാഴ്ച. കൊയറിലെ ആൾക്കാരടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുന്നുണ്ടാ ചോദിക്കുന്നത്? ചോദിക്കട്ടെ. ഹാഗറിനെ അറിയോ? അറിയാം. ഹാഗറിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം എന്താണ്? മരുഭൂമിയിൽ വെള്ളം തീർന്നുപോയി. അത്ഭുതം എന്താണ്? അവിടെ എന്ത് സംഭവിച്ചു? ഉറവ പൊട്ടി പുറപ്പെട്ടോ? ഇതിപ്പോ എന്നെയും കൂടെ ടെൻഷനാക്കും. ഞാൻ അറിയാതെ ചോദിച്ചതാണ്, ക്ഷമിക്കണം കേട്ടോ. 21 അധ്യായം നോക്കി, എന്താ അത്ഭുതം? പെട്ടെന്ന് നോക്കിയേ. 21 അധ്യായത്തിൽ എന്താണ് അവിടെ സംഭവിച്ച അത്ഭുതം? ഉൽപ്പത്തി 21 പെട്ടെന്ന് എടുത്തേ, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചേ. അതൊരു വലിയ അത്ഭുതമാണ്. 17 മുതൽ വായിക്കുമ്പോൾ കിട്ടും. ഒന്ന് വായിക്കുമോ ആരെങ്കിലും? ദൈവം ബാലിന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലിന് ഇരിക്കുന്നിടത്തു നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരത്തിയിൽ വെള്ളം നിറച്ചു. എന്തത്ഭുതം അവിടെ നടന്നേ? നമ്മൾ സാധാരണ പറയും നീരുറവ പൊട്ടി. അതൊന്നും അവിടെ സംഭവിച്ചില്ല. അവിടെ സംഭവിച്ചെന്താ? കണ്ണു തുറന്നു. വർഷിപ്പ് ഇൻ സ്പിരിറ്റിൽ സംഭവിക്കുന്നത് ഇതാണ്. നിന്റെ മുൻപിലുള്ള സാധ്യതകളെ നിനക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കും. വിശ്വാസത്തിൽ നമ്മൾ കാണും, വിശ്വാസത്തിൽ നമ്മൾ പറയും, വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ദിസ് ഈസ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. അടുത്ത സെക്ഷനാണ് ഫേവർ ഇൻ ഗോഡ്, ഫേവർ ഓഫ് ഗോഡ്, ദൈവപ്രസാദം. അപ്പൊ വർഷിപ്പ് ഇൻ സ്പിരിറ്റ് എന്ന് ഞാൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവപ്രസാദമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ചില വാക്കുകളിൽ വചന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കാം. സക്കായി ദൈവപ്രസാദമുള്ള മനുഷ്യനായപ്പോൾ അവൻ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞാൻ ആരോടെങ്കിലും ചതിവായി വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ദരിദ്രന്മാർക്ക്, മനുഷ്യനെ സ്നേഹിക്കും. ഈ ആരാധനയിലൂടെ ഞാനും നിങ്ങളും ആർജിച്ചെടുക്കേണ്ടത് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, മനസ്സു തുറന്ന് സ്നേഹിക്കുക. പ്രസംഗത്തിന്റെ ക്ലൈമാക്സ് ആയി കേട്ടോ. ഇതിൽ പറയാൻ എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ എല്ലാ കൺവെൻഷൻ വേദിയിലും പറയുന്ന ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ ആദ്യം പോകുന്ന സമയം തന്നെ ഈ എക്സ്പീരിയൻസ് പറയും. എൻ്റെ ഒരു ശുശ്രൂഷയിൽ ഒരു കുഞ്ഞു ദൈവാലയം, ഒരു സുവിശേഷകൻ ഇരിക്കുന്ന ദൈവാലയത്തിൽ 3 ദിവസത്തെ കൺവെൻഷൻ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. 3 കസേര ഇങ്ങനെ അൾത്താരയിൽ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഞാനുണ്ട്, അവിടുത്തെ സുവിശേഷകരുണ്ട്. ഞാൻ ചോദിച്ചു, ഈ കസേര എന്നാത്തിനാ? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലെ സെക്രട്ടറി ആരാധനയ്ക്ക് ഇവിടെ വന്നിരിക്കും, പ്രത്യേകിച്ച് കൺവെൻഷൻ ആരാധനയ്ക്ക്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ദിവസം ആരാധന തുടങ്ങി 7 മണിക്ക് തുടങ്ങി, 7:30 7:45 8 8:30 9 മണിക്ക് തീരും. 8:45 കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം, ഈ വാഴിക്കകത്ത് നിന്ന് പെരിച്ചാഴി ചാടി വരത്തില്ലേ, അങ്ങനെ ഒരു സാധനം, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, വെള്ളയും ഷർട്ട്, വെള്ളയും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഓടി വന്ന് കസേര ഇരുന്ന് ഇരിക്കുകയല്ല, പുള്ളി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, കൺവെൻഷനല്ലേ, ഇങ്ങനെയൊക്കെ വയറൊക്കെ സ്പ്രെഡായി കിടക്കുന്നു, ഏതെങ്കിലും എർത്ത് വല്ലതും. സംഭവം അതല്ല, പുള്ളി ആത്മാവിൽ അങ്ങനെ ദാഹിച്ചിരിക്കുക. ഹല്ലേലൂയ പറയുന്നുണ്ട്. ഒന്നാമത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരമ്മച്ചി എൻ്റെ അടുത്ത് വന്നു.
മക്കളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ ഈ അമ്മച്ചിയുടെ തോളത്തിങ്ങനെ തട്ടി അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്നതാ പ്രാർത്ഥന വിഷയം? മക്കളെ, ഈ പള്ളിയിലെ സെക്രട്ടറി എൻ്റെ മോനാണ്. ഞാൻ അമ്മച്ചിയെടുത്ത് പറഞ്ഞു ട്രാപ്പ്. ഞാൻ പറഞ്ഞു നല്ല ആത്മീയമുള്ള ഒരു മോൻ അമ്മച്ചി. അമ്മച്ചി ഒരു തനി നാട്ടുംപുറത്തുകാരിയാണ്. അമ്മച്ചി ഒരു മുക്കലങ്ങോട്ട് മുക്കി. ആത്മീയം. മക്കളെ, കഴിഞ്ഞ 5 വർഷമായി അവൻ എന്നെ അമ്മ എന്ന് വിളിച്ചിട്ട്. കഴിഞ്ഞ 5 വർഷമായി അവൻ എന്നെ അമ്മ എന്ന് വിളിച്ചിട്ട്. അവനവൻ്റെ വീട്ടിൽ കയറ്റണ്ട, അവനെനിക്ക് ആഹാരം തരണ്ട, വസ്ത്രം തരണ്ട, എൻ്റെ ഒരു കാര്യം അന്വേഷിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. പക്ഷേ അമ്മച്ചി പറഞ്ഞ വാക്ക് ഞാൻ അതുപോലെ പറയട്ടെ, നൊന്ത് പ്രസവിച്ച വയറല്ലേ മക്കളെ, അവൻ എന്നെ അമ്മ എന്ന് വിളിക്കണം. എനിക്ക് കൊതിയാ മക്കളെ അത്. ഹല്ലേലൂയ. ഇതല്ല ആത്മാവിലുള്ള ആരാധന, ഇതല്ല ദൈവപ്രസാദം. സ്വന്തം അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ കഴിയാതെ, സ്വന്തം അപ്പനെ അപ്പ എന്ന് വിളിക്കാൻ കഴിയാതെ, നീ എത്ര തന്നെ യേശുവേ എന്ന് നീട്ടി വിളിച്ചാലും ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നീ നിലവിളിക്കും, ദൈവം ചെവി പൊത്തിക്കളയും. നീ ആദ്യം നിന്റെ അപ്പനെ അപ്പ എന്ന് വിളിക്കേ, അമ്മയെ അമ്മ എന്ന് വിളിക്കേ, മനസ്സ് തുറന്ന് സ്നേഹിക്കേ. സക്കായി യേശുവിനെ കണ്ടപ്പോൾ സക്കായി പറഞ്ഞത്, ഞാൻ ചതിവായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, 2 ഞാൻ ദരിദ്രന്മാർക്ക് ഞാൻ ഇന്ന് തൊട്ട് മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങിയ. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ വർണ്ണമില്ല, അവിടെ വർഗമില്ല, ഒരു വ്യത്യാസവും. ഞങ്ങൾ ഇന്നു മുതൽ മനുഷ്യനെ സ്നേഹിക്കും. ഇത് നടന്നില്ലെങ്കിൽ പ്രാർത്ഥനയോടെ ഞാൻ ഈ വേദിയിൽ നിന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞാൽ അത്ര ശരിയാകത്തില്ല. ഞാനൊരു കൂട്ടുപിടിച്ച് പറയാം. ഇവിടെ പ്രസംഗിച്ച മോത്തി വർക്കി അച്ഛൻ ദക്ഷിണ കേരള മഹായിടവിടെ കൺവെൻഷന് വന്നിട്ട് ഞങ്ങളെ നോക്കി, ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുക പ്രസംഗം കേൾക്കാൻ, ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിലും ഭേദം ഈ സ്ഥലത്ത് വാഴ വെച്ചിരുന്നെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ കുലയെങ്കിലും വിൽക്കാമായിരുന്നു. മനസ്സ് തുറന്ന് എനിക്ക് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു തീം പ്രസന്റേഷൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കൺവെൻഷൻ സക്സസ് ആയെന്ന് ആളിന്റെ വരവല്ല പ്രശ്നം. കൺവെൻഷൻ സക്സസ് ആയെന്ന് പറയണമെങ്കിൽ ഇന്ന് മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഒട്ടിച്ചു ചേർക്കണം. ചേർത്തേ മതിയാകൂ. അതാണ് ദൈവപ്രസാദം, ഫേവർ ഓഫ് ഗോഡ്. ദൈവപ്രസാദമുള്ള മനുഷ്യൻ മനുഷ്യരെ മനസ്സു തുറന്ന് സ്നേഹിക്കും. അതിന് തെളിവാണ് സക്കായി. സക്കായിയാണ് യഥാർത്ഥ വർഷിപ്പർ. ഒരു പാട്ടുണ്ട്, ഒരു സിനിമാ പാട്ടാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്, അതും ഞാൻ പറയാം. ഹിന്ദുവായി, മുസൽമാനായി, കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി, ലോകം ഭ്രാന്താലയമായി. ജാതി ഒന്നുമില്ല എന്ന് പറയണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അതിർവരമ്പ് വെച്ചിട്ടില്ലേ? മതം, വർണ്ണം, വർഗം, വ്യത്യാസം, ഇങ്ങനെ മനുഷ്യൻ വേർതിരിച്ച് നിൽക്കുന്നെങ്കിൽ വർഷിപ്പ് ഇൻ ഗോഡ്, ഫേവർ ഓഫ് സ്പിരിറ്റ് അർത്ഥമാകുന്നേയില്ല. 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. മനുഷ്യന്റെ ഹൃദയം കൂടെ നിൽക്കുന്നവരെ പോലും, ഞാൻ നിങ്ങളല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഈ സുവിശേഷ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ 23 വർഷം, അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ല. എന്നാലും പറയട്ടെ, ഞങ്ങളെയൊക്കെ നാട്ടിലെ ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ തൊടാറുണ്ട്. ഇവിടെ തൊടാറുണ്ടോ? തൊടാറുണ്ടോ? ഇങ്ങനെ ഉണ്ടുണ്ട്. അപ്പോ ഇതാദ്യത്തെ അനുഭവത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. ആരെങ്കിലും എന്നെ കണ്ട് തൊഴുമ്പോൾ ഞാൻ ഇത്രയും വലിയ പുള്ളിയാണോ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ തട്ടി എടുക്കണേ. ഇപ്പൊ ആരെങ്കിലും എന്നെ കണ്ട് തൊഴുതാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ അതിലും ദയനീയമായിട്ട് തൊഴി, എന്നെ ഉപദ്രവിക്കരുത്. കാരണം തൊഴുതവരെല്ലാം
ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആദ്യം തൊഴുന്ന ആളിനെ ആദ്യം നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പാട്ടുകാരൻ പറയുന്നത്, ആയുധപുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം അടുത്ത വരികളാണ്. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ. അടുത്ത വരി ശ്രദ്ധിക്കണം, അത് ബൈബിളിലെ വരിയ. നമ്മുടെ നമ്മുടെ രക്തബന്ധങ്ങളെവിടെ. ഉൽപ്പത്തിയിൽ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കയ്യിനെ എവിടെ, നിന്റെ അപ്പൻ എവിടെ? ദൈവപ്രസാദം എന്ന് പറയുന്നത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ്. എൻ്റെ ഈ പ്രസംഗത്തിൽ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിയ ഉടനെ പറയും പോലെ ജീവിക്കണേ. ആദ്യത്തെ അവളുടെ കമൻ്റ് അതായിരിക്കും. അവൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിക്കുമ്പോഴെങ്കിലും ആദ്യം പറയും, ഇതുപോലെയൊക്കെ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കണം. സ്നേഹിക്ക് പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടേതല്ല. അപ്പോൾ ഈ കൺവെൻഷൻ വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ഫേവർ ഓഫ് ഗോഡ് അർത്ഥമാകണമെങ്കിൽ മനുഷ്യർ തുറന്ന് സ്നേഹിക്കണം. ഞാൻ ഈ ദേശത്തൊരു സഭ പറയുന്നില്ല. സ്നേഹത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിറങ്ങിയപ്പോൾ ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്നോ സുവിശേഷകരെന്നാ വിളിച്ചേ, സാറേ എന്നാ തോന്നുന്നേ, സാറേ 4 വർഷമായി ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ട്. 4 വർഷമായി. ഒരു വീട്ടിലാ താമസം, 4 വർഷമായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്താണ് ആത്മാവിലുള്ള ആരാധന? വചന ശുശ്രൂഷയ്ക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. പ്രതിസന്ധികളെ അതിജീവിച്ച് അപ്പൻ്റെ കരം പിടിക്കുന്നതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. എന്താണ് ആത്മാവിലുള്ള ആരാധന? നമ്മുടെ ബലഹീനതകളെ ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് ദൈവത്തിന്റെ കരത്തിൽ അമർന്നിരിക്കുന്നതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. എന്താണ് ആത്മാവിലുള്ള ആരാധന? ഒരു ഇൻസൈറ്റ്, വിശ്വാസത്താൽ കാഴ്ചകൾ കണ്ട് ദൈവകരങ്ങളിൽ അമർന്നിരിക്കുന്നതാണ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ഇങ്ങനെ ആരാധിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്നതാണ് ദൈവപ്രസാദം. അവന് ഒരേ ഒരു ക്വാളിറ്റി ഉണ്ടാകും, അവൻ മനുഷ്യനെ സ്നേഹിക്കും, മനസ്സ് തുറന്ന് സ്നേഹിക്കും. മാരാമിലെ മനോഹരമായൊരു പാട്ടുണ്ട്, ശത്രുവിനെ സ്നേഹിപ്പാൻ നീ കൽപ്പിച്ചിട്ടും മിത്രത്തെ പോലും ഞാൻ സ്നേഹിച്ചില്ല, എന്നെ മാത്രം സ്നേഹിച്ചു ഞാൻ സ്വാർത്ഥനായി, നിരന്തരം നിന്നെ ക്രൂശിച്ചിട്ടും. സ്നേഹിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ദൈവകരങ്ങൾക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കാം. എന്താണ് ആത്മാവിലുള്ള ആരാധന, ദൈവപ്രസാദമെന്ന് ചിന്തിക്കുവാൻ ഈ സമയം നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ദൈവഭാഗത്തായിരുന്നല്ലോ. 3 കാര്യങ്ങൾ. നോട്ട് എ ഇമോഷണൽ റെസ്പോൺസ്. ഒരു ഓളം ഉണ്ടാക്കുന്നതല്ല ആത്മാവിലുള്ള ആരാധന. പ്രകടനങ്ങളിലും പ്രകസനങ്ങളിലും അല്ല ആരാധന ഇരിക്കുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഗ്രേസ്, അപ്പൻ്റെ കൈയുമായി ചേർന്ന് പിടിക്കാനുള്ള ഒരു അനുഭവമാണ് ആരാധന. നമ്മുടെ ബലഹീനതകളെ അപ്പൻ്റെ കരങ്ങളിൽ കൊടുത്ത് എന്നെ ശക്തനാക്കുന്നൊരു ദൈവമുണ്ടെന്ന് സാക്ഷ്യം പറയുന്നതാണ് ആരാധന. വിശ്വാസത്താൽ കാണാൻ കഴിയുന്നതാണ് ആരാധന. നാം അതിൽ വിജയിച്ചിട്ടുണ്ടോ? വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഒരു ഗുണം കാണും. നമ്മളെല്ലാവരെയും സ്നേഹിക്കും, മനസ്സ് തുറന്ന് സ്നേഹിക്കും. എവിടെയെങ്കിലും പരാജയങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം. കർത്താവേ, ഈ നിമിഷം സഖായിയെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ
ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറയാൻ അങ്ങ് സഹായിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദുഃഖം ദാരിദ്ര്യമെന്നിൽ അവയ്ക്കുണ്ടോ ശക്തി എന്മേ, കൈക്കു പിടിച്ചു നടത്തി കൊണ്ടുപോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തി കൊണ്ടുപോകുന്നവൻ. രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരും എന്നാഥൻ, വേഗം പുതുതാക്കിടാ, വേഗം വരും എന്നാഥൻ, ദേഹം പുതുതാക്കിടാ. യേശു എൻ അടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 15:26. നീ നിന്റെ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്ത് അവന്റെ വിധികളെ പ്രമാണിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. കർത്താവേ, മരുഭൂയാത്രയിൽ ഒരു യഥാർത്ഥ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭേദ്യമാക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് കാലു ചവിട്ടിയ മിഷണറി വീരന്മാർ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തുവോ അപ്രകാരം നെഞ്ച് വിടർത്തി നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും ചവിട്ടി മരിക്കുവാൻ, അവിടെ തളരാതെ പതറാതെ റിസറക്ഷൻ ക്രോസ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഒരു കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് ആ അപ്പന്റെ കരം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗിയായ തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് വില്യം കയറി 6 ഭാഷയിൽ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തെങ്കിൽ കർത്താവെ, പ്രതിസന്ധിയിൽ ഇതുപോലെ വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഈ ജനത്തെ ദൈവം ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ആത്മാവ് ഞങ്ങൾക്ക് വേണം പിതാവേ. നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്റെ ക്രിസ്തുവിന് വേണ്ടി ദൈവരാജ്യം പണിയുവാൻ കർത്താവ് ഞങ്ങളെ ജീവിതങ്ങളെ കരുത്തുള്ള ജീവിതങ്ങളാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നപ്പാ. ഞങ്ങൾ പലരും രോഗികളാണപ്പാ. നിൽക്കാൻ കഴിയാത്ത വിധം ധാരാളം പ്രയാസങ്ങളുണ്ട്. മുന്നോട്ടോടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവേ. എന്നാൽ ദൈവം ഞങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ കർത്താവേ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ബലഹീനതയിൽ ദൈവം പകരുന്ന ബലം ഈ നിമിഷം ഞങ്ങൾക്ക് നൽകി ആത്മാവിലുള്ള ആരാധന അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നു മുതൽ കാഴ്ചയിലല്ല കർത്താവെ, വിശ്വാസത്തിൽ കാണാൻ, വിശ്വാസം പറയാൻ അബ്രഹാമിനെ പോലെ തന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ഉള്ളതുപോലെ വിശ്വസിച്ച അബ്രഹാമിനെ പോലെ ഇന്നു മുതൽ ദൈവാശ്രയത്തിൽ വിശ്വാസത്തിൽ പ്രവചനങ്ങൾ പറയുന്ന മക്കളായി തീരാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിലായി ഞങ്ങളെ ഒരുക്കണമേ. പ്രത്യേകിച്ച് ദൈവപ്രസാദമുള്ള ഒരു മനുഷ്യൻ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചതുപോലെ അറ്റുപോയ ബന്ധങ്ങൾ മുറിയപ്പെടരുതേ. ഇന്ന് കർത്താവ് അത് ഇണക്കി ചേർക്കണമേ.
കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ശരീരമായി ജീവിപ്പാൻ, മക്കൾ അപ്പനമ്മമാർ ഒരു കുടുംബം ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ, സഹോദരങ്ങൾ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വീണുപോയവർ കർത്താവെ പരസ്പരം ചേരി തീർന്നു നിൽക്കുന്നെങ്കിൽ അവർ തമ്മിൽ രമ്യതപ്പെടുവാൻ അത്ഭുതത്തിന്റെ കരം, പരിശുദ്ധാത്മാവിന്റെ കരം, വൈരാഗ്യങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോകട്ടെ. മനുഷ്യ സ്നേഹം ഇവിടെ നിന്ന് ഉടലെടുക്കട്ടെ. സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകാൻ അങ്ങ് കാണിച്ച മനസ്സ് കർത്താവെ, അതേ അനുഭവത്താൽ ദൈവം ഈ ജനത്തെ ശക്തീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും തമ്പുരാൻ അധികമായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ശബമയ്ക്കായി, മഹായിടവകയുടെ ഔദ്യോഗിക ഭാരവാഹികൾക്കായി, പ്രത്യേകിച്ചും ദാനിയേൽ തിരുമേനിക്കായി, ഈ ഗായക സംഘത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും, ചെറുതും വലുതുമായി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ഓൺലൈനിൽ ഈ ആരാധനകൾ വീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ഫേവർ ഓഫ് ഗോഡ് അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ദൈവജനത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ കൃപയുടെ കരങ്ങളിൽ താങ്ങണമേ. അടിയനെയും പൊടിയോളം താഴ്ത്തുന്നു. അയോഗ്യൻ, അശക്തൻ. കർത്താവെ ആഗ്രഹിച്ചു ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. വീണുപോകാതെ നിർത്തണമേ. നിനക്ക് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ കർത്താവ് എടുത്തുപയോഗിക്കണമേ എന്ന് ഏറ്റവും വിനയത്തോടെ അപേക്ഷിക്കുന്നു. എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി നടക്കേണ്ട ശുശ്രൂഷകൾ, ഇനി ഇവിടെ വചനം പറയേണ്ട മക്കൾ, ഇതിലും അധികം അഭിവൃദ്ധിയോടെ വചനം പറയാൻ, അത് ജനത്തിന് ഹൃദ്യമാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരുക്കിയാലും എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ തമ്പുരാനെ. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും തുൻപമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ബലഹീനതയും യോഗ്യതയും ഒന്നും കണക്കിടാതെ ഈ മനോഹരമായ വേദി എനിക്ക് തന്ന ദൈവത്തിനും അഭിവന്യ തിരുമേനിക്കും ഔദ്യോഗിക ഭാരവാഹികൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു.